നവകേരള സദസ്സ് ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മതനിരപേക്ഷതയുടെ വികസനത്തിന്റെ മോഡൽ, ആ മോഡലിനെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രമം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തുനിന്നും നിരവധി വർഗീയ കലാപങ്ങളും കലാപ കലുഷിതമായ അന്തരീക്ഷങ്ങളും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്ത് സ്വൈര്യജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിൽ കേരളം സമാനതകളില്ലാത്ത മാതൃകയാണ് ഈ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വളർത്തിയെടുത്തത്. ഒരു മതനിരപേക്ഷതയുടെ വലിയ സന്ദേശം തന്നെ കേരളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മണിപ്പൂർ കലാപത്തിന്റെ മാസങ്ങളായിട്ടുള്ള അലകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മണിപ്പൂർ കലാപത്തെ തുടർന്ന് ഹരിയാനയിലടക്കമുള്ള കലാപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലും മതനിരപേക്ഷ കാഴ്ചപ്പാട് തകർന്നു പോകാതെ എങ്ങനെയാണ് ജനാധിപത്യ സർക്കാർ പ്രവർത്തിക്കേണ്ടത്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിവിധ മതവിശ്വാസത്തിലുള്ള ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തെളിയിച്ചു തരുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. KCBCയുടെ ആസ്ഥാനത്തെത്തുമ്പോൾ മണിപ്പൂരിനെ ഓർമ്മിക്കുന്നു, മുസ്ലിം ലീഗ് കൂടുതൽ അല്ലെങ്കിൽ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള പ്രദേശത്തെത്തുമ്പോൾ പലസ്തീനെ ഓർമ്മിക്കുന്നു. അത് വർഗീയതയെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയല്ലേ സർക്കാരിന്റെ സംഘാടനത്തിലൂടെ? അല്ലല്ല, ഒരിക്കലുമില്ല. ഇതിപ്പോ ഇന്ന് ആദ്യമായി പറയുന്ന സാഹചര്യമല്ല. മണിപ്പൂര് നവകേരള സദസ്സിന്റെ മുൻവേദികളിലും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ പലസ്തീൻ വിഷയം അതാത് ദിവസം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പ്രതിപാദിച്ചിട്ട് പോയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ സന്ദേശം വികസന അജണ്ടയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഓരോ ദിവസം ഉയർന്നു വരുന്ന ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് പ്രതികരിച്ചു പോവുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. അതിനെ അത്തരം രൂപത്തിൽ കണ്ടാൽ മതി. ബിഷപ്പ് കേന്ദ്ര സർക്കാരിന്റെ സന്ദർശനം സ്വീകരിച്ച് ബിഷപ്പുമാർ അവിടെ പോകുന്നതിനെ 4 വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് നവകേരള സദസ്സിലെ കേരള വികസനവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും സാർ? കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലുമെല്ലാം ഇതിലും വലിയ സന്ദേശങ്ങൾ മുന്നോട്ട് വച്ച് BJP നേതാക്കന്മാരെല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കാനും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കണ്ട് ഈസ്റ്റർ സന്ദേശം കൊടുക്കാനും ക്രിസ്മസ് സന്ദേശം കൊടുക്കാനും എല്ലാം ആഹ്വാനം ചെയ്തിട്ട് നേരെ നമ്മൾ കണ്ടത് മണിപ്പൂർ കലാപമാണ്. മണിപ്പൂർ കലാപത്തിന്റെ ഭാഗമായി നിരവധി ആരാധനാലയങ്ങൾ തകർന്ന് 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്ന് പറഞ്ഞാലും ഇരു ഗോത്രവിഭാഗത്തിലും പെട്ട പ്രത്യേക വംശത്തിൽപ്പെട്ടവരെ മാത്രം കേന്ദ്രീകരിച്ച് ആക്രമിച്ചതും ആരാധനാലയങ്ങൾ തകർത്ത സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ പച്ചയായി നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് വീണ്ടും ഈ ക്രിസ്മസ് വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയം എങ്ങനെയാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള വികസനത്തെ മുൻനിർത്തിയുള്ള ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട വിഷയമായി തീരുന്നത്? ഇത് ശരിക്കും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ, ആ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും നവകേരള സദസ്സിന്റെ ആദ്യഘട്ടം മുതൽ തുറന്നു കാണിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണം അല്ലല്ല, ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ തരത്തിലുള്ള തത്വങ്ങളെയും തകർക്കാൻ രാഷ്ട്രീയ അജണ്ട വച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെയും നവകേരള സദസ്സിന്റെ ഭാഗമായി തുറന്നു കാണിക്കാൻ പക്ഷേ സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് ഈ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് ശരിയാണോ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അല്ല, ഈ കേരളം എന്ന സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന പലതരത്തിലുള്ള മോഡലുകളെ തകർക്കാൻ നടത്തുന്ന ശ്രമം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും. എന്താണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കായിട്ടുള്ള ബദൽ, കേന്ദ്ര സർക്കാരിന്റെ പല ജനങ്ങളെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ, എങ്ങനെയാണ് ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ബദൽ, ഇത്തരത്തിലുള്ള ബദലുകളെ തകർക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് എന്ന് അടിവരയിടുന്നതാണ് ഇന്ന് തൃക്കാക്കരയിലും അല്പസമയം മുമ്പ് പിറവത്ത് മുഖ്യമന്ത്രി നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ. അല്ലല്ല, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ തകർക്കുന്നു, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു, അതുപോലെ തന്നെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, അതുപോലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായിട്ടുള്ള തത്വങ്ങളെ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർത്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നു. ഈ 4 കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോ മണിപ്പൂരിലെ പ്രതിപക്ഷ നേതാവോ പറയുന്നത് മനസ്സിലാക്കാം. ശരി, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ മണിപ്പൂർ കലാപത്തെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതിൽ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത, മുഖ്യമന്ത്രിയുടെ കഴിവുകേട്, അരാജകത്വം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷേ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് കേന്ദ്ര സർക്കാർ 4 വോട്ടിന് വേണ്ടിയാണ് ബിഷപ്പുമാരെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന്റെ കണ്ണിൽ പച്ചയ്ക്ക് രാഷ്ട്രീയവും വർഗീയതയും പറയലാണ്. മിസ്റ്റർ അരുൺ, ഈ രാജ്യത്തിന് മതമില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് പാടില്ല. ആ കൃത്യമായിട്ടുള്ള പ്രത്യേകമായി നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തത്വങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കേന്ദ്രീകരിച്ച് ഭരണാധികാരികളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം പോകുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആഭ്യന്തര ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി അജണ്ട വച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് കൃത്യമായി BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ രാഷ്ട്രീയം അല്ല, BJP വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളത് LDFന്റെ പ്രചരണ യോഗത്തിൽ പറയാം. കേരള സർക്കാരിന്റെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർക്കാർ പരിപാടിയിൽ BJP വിരുദ്ധ രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഒറ്റ പ്രശ്നം, ഈ എന്തുകൊണ്ടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമം നടത്തുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കേന്ദ്രത്തിന്റെ കടം, സംസ്ഥാനത്തിന്റെ കടം, മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ കേരളം എന്ന സംസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമം
കൃത്യമായിട്ടുള്ള BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ മണിപ്പൂരിൽ എന്തിലേക്ക് പോകണം? അതിൽ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. കഴിഞ്ഞ എല്ലാ നവകേരള സദസ്സിലും മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ബിഷപ്പ് ഹൗസിലേക്ക് എത്തുമ്പോൾ, KCBCയുടെ ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മണിപ്പൂരിലേക്ക് പോകുന്നു. അത് അത്തരത്തിൽ കാണണ്ട. നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ മണിപ്പൂരിലെ ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിയും അതുപോലെ തന്നെ ആ സംഭവം തുടർന്ന് അത് കലാപം അവസാനിച്ചു പോകാതിരിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അതിനെ നിലനിർത്താനും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്.